നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനോ മൂവി ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സോഫ്റ്റ്വെയറാണ് iMovie. അപ്പോൾ iMovieയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്ലസ് സിമ്പിൾ വരും. അതിൽ ചൂസ് ചെയ്യുമ്പോൾ മൂവി, ട്രെയിലർ 2 ഓപ്ഷൻസാണുള്ളത്. ട്രെയിലർ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ മൂവിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മൂവിയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ വെച്ച് നമുക്ക് ഏതൊക്കെ ഫോട്ടോസ്, വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ടിക്ക് മാർക്ക് സെലക്ട് ആയതിൽ ടിക്ക് മാർക്ക് വരുന്നതാണ്. ദെൻ ക്രിയേറ്റ് മൂവി ഓപ്ഷൻ വരും, അത് ക്ലിക്ക് കൊടുക്കുക. ഇനി ഇതിൽ ഏത് വീഡിയോ ക്ലിപ്പാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക താഴെ. അപ്പോൾ അവിടെ സെലക്ട് ആകുമ്പോൾ 2 യെല്ലോ ബാർ വരുന്നതാണ് സൈഡിൽ. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ഒരു കത്രികയുടെ, പിന്നെ ഒരു ക്ലോക്ക് പോലത്തെ, പിന്നെ ഒരു ടി എന്നുള്ള ലെറ്റർ സൗണ്ട്. അപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ഏതാണോ ചെയ്യേണ്ടത് അത് എടുക്കുക. ഇപ്പം ഞാൻ ഈ കത്രികയുടെ സിമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ അതിൽ ട്രിമ്മ്, പിന്നെ സ്പ്ലിറ്റ്, പിന്നെയും കുറച്ച് ഓപ്ഷൻസ് അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ 2 സൈഡിലെ ബാർ ആ യെല്ലോ കളറ് പിടിച്ചിട്ട് വലിക്കുമ്പോൾ നമുക്ക് അത് ഈ വീഡിയോ ട്രിമ്മായിട്ട് വരുന്നതാണ്. എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ട്രിം ചെയ്തെടുക്കാം. അതുപോലെ അതിൽ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഡിറ്റാച്ച് ഓപ്ഷൻ ഉണ്ട് താഴെ. ഡിറ്റാച്ച് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ സൗണ്ട് ഇവിടെ കാണുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് താഴെ ഡിറ്റാച്ച് ആയിട്ട് വരുന്നതാണ്. ഇനി ആ ഡിറ്റാച്ചായി വന്ന സൗണ്ടിൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ട്രിം ചെയ്യാനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനും, പിന്നെ അതിന് വേണേൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേറെ ഒരു കോപ്പി കൂടെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ഒരു ക്ലോക്ക് പോലത്തെ സിമ്പിളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഭാഗത്തായിട്ട് ഒരു ഭാഗത്തൊരു മുയലിൻ്റെ ചിത്രവും ഒരു ഭാഗത്തൊരു ആമയുടെ ചിത്രവും കാണാം. ആ മുയലിൻ്റെ ചിത്രത്തിൻ്റെ ഡയറക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടി വരും. ഒരു 2x സ്പീഡ് വരെ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റുന്നതാണ്. നേരെ റിവേഴ്സ് ലെഫ്റ്റ് സൈഡിലേക്ക്, ആമയുടെ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ സ്പീഡ് കുറഞ്ഞ് 1/8x വരെ മിനിമം പോകുന്നതാണ്. അതുപോലെ തന്നെ സ്പെസിഫിക് ഏരിയയിൽ മാത്രമായിട്ടാണ് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടതെങ്കിൽ അതും ചെയ്യാൻ പറ്റുന്നതാണ്. മുകളിൽ കാണുന്നത് പോലെ വേണ്ട പൊസിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവിടെ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഏതെങ്കിലും പോർഷൻ ഫ്രീസ് ആവണമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഫ്രീസ് കൊടുക്കുക. അപ്പോൾ അത്രയും പോർഷൻ ഫ്രീസ് ആയിട്ട് ലഭിക്കും. വീഡിയോയുടെ വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിളാണ്. മാക്സിമം മിനിമം ലെവലിലേക്ക് എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ അതിൻ്റെ സൗണ്ട് ആവശ്യമില്ലെങ്കിൽ മ്യൂട്ടിലിട്ടിട്ട് വേറെ മ്യൂസിക് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ടെക്സ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഓൾറെഡി ഉള്ള ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെൽക്കം എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ പ്ലേ ആകുമ്പോൾ വെൽക്കം ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഇനി തീം ചേഞ്ച് ചെയ്യാൻ ഈ റൈറ്റ് കോർണറിൽ താഴെയായിട്ട് റൈറ്റ് കോർണറിലൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തീം ചേഞ്ച് ചെയ്യാൻ പറ്റും. തീം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻ, ഒരു എക്സ്ട്രാ ഓപ്ഷൻ കൂടെ കാണാം. അതിൽ തന്നെ അതായത് തീമിൽ ഈ ഞാനിപ്പോൾ ചൂസ് ചെയ്ത തീമിലുള്ള ഒരു എക്സ്ട്രാ ടെക്സ്റ്റിൻ്റെ ആണ്. അതിൽ തന്നെ ഓപ്പണിംഗ്, മിഡിൽ, ക്ലോസ് എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് പിന്നെയുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ വേറെ ടൈപ്പ്, പിന്നെ മിഡിലാണ് അങ്ങനെ, അല്ലെങ്കിൽ ലാസ്റ്റിൽ ക്ലോസിങ്ങിലാണ് ക്ലോസിങ്ങിൻ്റേതായിട്ട് വരും. അപ്പോൾ ഇത് വേറൊരു തീം ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്, മിഡിൽ, ക്ലോസിങ്. ഇനി വീഡിയോയ്ക്ക് ഫിൽറ്ററിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ റൈറ്റ് കോർണറിൽ ഫിൽറ്ററിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വേണ്ട ഫിൽറ്റർ ചൂസ് ചെയ്യാവുന്നതാണ്. 2 വീഡിയോയുടെ ഇടയിലുള്ള ട്രാൻസിഷനിലും ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഓൾറെഡി ഉള്ള ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വരും.
അതിലേതാ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിൽ തന്നെ ട്രാൻസിഷനിൽ അതിൻ്റെ സ്പീഡിലും ചെറിയ വേരിയേഷൻസ് അവൈലബിൾ ആണ്. 0.2 സെക്കൻഡ്, 0.5 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്കൻഡിൽ സ്പീഡായിട്ടും സ്ലോ ആയിട്ടും ചെയ്യാം. ഈ വീഡിയോയുടെ ഇടയിലേക്ക് എക്സ്ട്രാ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്ലസ് സിമ്പിളാണ്, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറിയിലേക്ക് പോകും. അതിൽ നിന്ന് ഏതാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ പ്ലസ് ബട്ടൺ, അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ചൂസ് ചെയ്ത പൊസിഷനിലേക്ക് വരുന്നതാണ്. ഇനി അതിൽ തന്നെ ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോയിൽ താഴെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. താഴെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ യെല്ലോ ബാറാവും, സെലക്റ്റായി. ഇനി സ്ക്രീനിൽ നമുക്ക് കാണാം പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി ഒരു പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സെലക്റ്റായി അവിടെ പ്ലസ്സും പിന്നെ ഒരു 3 ഡോട്ട്സും കാണാം. ആ 3 ഡോട്ട്സിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പിക്ചർ ഇൻ പിക്ചർ, കട്ടവേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കട്ടവേ കൊടുക്കുകയാണ്. അപ്പോൾ കട്ടവേ കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള വീഡിയോ ഏത് പൊസിഷനിലാണോ കട്ടവേ കൊടുത്തത് അത്രയും ഭാഗത്ത് വീഡിയോ കട്ടായിട്ട് ഈ പിക്ചറാണ് കാണാൻ പറ്റുക. ഇനി ഇതിന് നമുക്ക് മാറ്റം വരുത്താൻ വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് 2 റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു ചിഹ്നം കാണാം. അവിടെ സെലക്ട് ചെയ്തിട്ട് മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ കട്ടവയാണുള്ളത്, അത് മാറ്റി പിക്ചർ ഇൻ പിക്ചർ ഓപ്ഷനായി. അപ്പോൾ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ ഒരു ബോക്സിലായിട്ട് നമ്മൾ കൊടുത്ത പിക്ചർ കാണാം. പിക്ചർ ഇൻ പിക്ചർ ഓപ്ഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി അത് മാറ്റിയിട്ട് പിന്നെയുള്ളത് സ്പ്ലിറ്റ് സ്ക്രീൻ കൊടുക്കുമ്പോൾ 2 സ്ക്രീനായിട്ട് വരും. ഒന്നിൽ നമ്മുടെ ഓൾറെഡി ഉള്ള വീഡിയോയും മറ്റേതിൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഫോട്ടോയും രണ്ടും സ്പ്ലിറ്റായിട്ട് കാണിക്കാൻ പറ്റും. പിന്നെ വേറൊരു ഓപ്ഷനാണ് ഗ്രീൻ ഓർ ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. അതിന് ബാക്ക്ഗ്രൗണ്ട് സ്ട്രെങ്തൻ ചെയ്യാനോ കൂട്ടി വെക്കാനും കുറച്ച് വെക്കാൻ പറ്റും. സ്ട്രെങ്ത് കുറയ്ക്കുമ്പോൾ ഇവിടെ കണ്ടില്ല, ഈ ഫ്ലവർ മാത്രമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഓൾറെഡി ഉള്ള വീഡിയോ പ്ലേ ആവുകയും ചെയ്യും, ഫ്രണ്ടിൽ ഈ ചിത്രം ഇങ്ങനെ കാണുകയും ചെയ്യും. അതും എത്ര ലെങ്ത് വരെ കാണണം എന്നുള്ളത് നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എത്ര പൊസിഷനിൽ വരെ ഈ പിക്ചർ ഈ വീഡിയോൻ്റെ ഫ്രണ്ടിലായിട്ട് കാണണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ പിക്ചറിൻ്റെ സൈസും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ആ ഫോട്ടോനെ. ഇനി വീഡിയോ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ സൂം ഐക്കൺ ഒരു ലൈറ്റ് ബ്ലൂ കളർ ആയതാണ്. അതിനുശേഷം പിൻ ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇനും സൂം ഔട്ടും ചെയ്യാം. വീഡിയോയിൽ എക്സ്ട്രാ സൗണ്ട് വേണമെങ്കിൽ ആഡ് ബട്ടൺ, നേരത്തെ പറഞ്ഞ സൈഡിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൗണ്ട് ട്രാക്ക്, മ്യൂസിക് ഏത് വേണോ അത് സെലക്ട് ചെയ്യാം. നമ്മൾ റെക്കോർഡ് ചെയ്ത സൗണ്ട് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ആഡ് ട്രാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ള സൗണ്ട് ട്രാക്കിലേക്ക് ഏതാണ് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് അവിടെ തന്നെ. എന്നിട്ട് വേണ്ടത് ഇഷ്ടപ്പെട്ടാൽ അത് പ്ലസ് കൊടുത്താൽ അത് ഇവിടേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ സൗണ്ട് പ്ലേ ആവുന്നതാണ്. ഇനി വീഡിയോയിൽ നമുക്ക് സൗണ്ട് ഡബ് ചെയ്ത് എടുക്കണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലസ് ബട്ടണിൽ ചെയ്യുമ്പോൾ വോയിസ് ഓവർ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. ഇവിടെ റെക്കോർഡ് എന്നുള്ള റെഡ് കളർ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ റെക്കോർഡ് ക്ലിക്ക് ചെയ്തു. 3 2 1 കൗണ്ട് ഡൗൺ ചെയ്ത് അതിനുശേഷം ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ക്യാൻസൽ, റീടേക്ക്, റിവ്യൂ, ആക്സെപ്റ്റ്. നമുക്ക് ആ സൗണ്ടിൽ കംഫർട്ടാണെങ്കിൽ ആക്സെപ്റ്റ് കൊടുക്കുക, ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കുക, വീണ്ടും റെക്കോർഡ് ചെയ്യുക, റീടേക്ക് കൊടുക്കുക. ഞാനിവിടെ ആക്സെപ്റ്റ് ചെയ്തു. അതിന് ശേഷം ഈ ഇപ്പോൾ കൊടുത്ത സൗണ്ടിൽ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യാനും ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഈ iMovieയുടെ വിൻഡോയിൽ മുകളിലത്തെ റൈറ്റ് കോർണറിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതൊക്കെ ബട്ടൺസിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അവിടെ കാണിച്ചു തരും. ഇനി ഈ വീഡിയോയിൽ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡൺ, ലെഫ്റ്റ് കോർണറിൽ മുകളിലായിട്ട് ഡൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോയുടെ ലെങ്ത്തൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ വെച്ച് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യാൻ വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. ഈ വീഡിയോയുടെ ഡ്യൂറേഷനും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണിക്കുന്നതാണ്. ഇവിടെ എക്സ്പോർട്ട് ടു മെസ്സഞ്ചർ, യൂട്യൂബ്, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സേവ് വീഡിയോ എടുക്കാം. ഞാനിവിടെ സേവ് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ എക്സ്പോർട്ടിങ് മൂവി വരും. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് ഈ വീഡിയോ സേവ് ആവുന്നതാണ്.